ഇടിയഞ്ചിറ താൽക്കാലിക ബണ്ട് ട്രെഡ്ജർ ഉപയോഗിച്ച് പൂർണ്ണമായി നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. തിങ്കളാഴ്ച മുരളി പെരുന്നെല്ലി എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലെടുത്ത തീരുമാനപ്രകാരമാണ് ബണ്ട് നീക്കം ചെയ്യാൻ തുടങ്ങിയത്. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ ട്രെഡ്ജർ എത്തിച്ചാണ് ബണ്ട് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. ബണ്ടിന്റെ മധ്യഭാഗം നിർത്തി രണ്ടു വശങ്ങളും പൊളിച്ച് വെള്ളം തുറന്നുവിട്ടത് വിവാദമായതിനെ തുടർന്നാണ് എംഎൽഎ അടിയന്തര യോഗം വിളിച്ചത്. പെരിങ്ങാട് റോഡ്, മുല്ലശ്ശേരി, പാടൂർ എന്നീ റോഡുകളിലും കഴിഞ്ഞ 10 ദിവസമായി ശക്തമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. തണ്ണീർക്കായൽ പ്രദേശത്തെ 40ഓളം വീടുകൾ വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിലാണ് ബണ്ട് പൊട്ടിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചത്. പെട്ടെന്ന് തന്നെ അടിത്തറ ഭാഗം പണി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇറിഗേഷൻ ഇടപെട്ടത്. അത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. കാരണം വെള്ളം കെട്ട് അമിതമാകുകയും ജനങ്ങളാകമാനം തന്നെ പരിഭ്രാന്തിയിലാകുകയും, കാരണം 2014 പ്രളയം പോലെ പരിസരമാകമാനം തന്നെ പ്രളയമായിരുന്നില്ല. ഈ കെട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസര പ്രദേശത്തെ 2 പഞ്ചായത്തിൻ്റെ ചില വാർഡുകളിലാണ്, 4-5 വാർഡുകളിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഏതായാലും പരിഹാരം നമ്മളിപ്പോൾ താൽക്കാലിക പരിഹാരം, വെള്ളക്കെട്ടിന് താൽക്കാലികമായ പരിഹാരം ഉണ്ടായി.